Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 3-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. 5 സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ചാനലിൽ നോക്കിയാൽ അവൈലബിൾ ആണ്, പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ദെൻ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ്. ഇന്നത്തെ വീഡിയോയിൽ റിസർച്ച് മെത്തഡോളജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ലാസ്റ്റ് 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ വീഡിയോസിന് ശേഷം നെക്സ്റ്റ് ഓരോ സബ്ജക്റ്റിന്റെയും മുഴുവനായിട്ടുള്ള ഒരു റിവിഷൻ, ഫുൾ റിവിഷൻ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. ദെൻ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് M.Com തേർഡ് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സിന് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം, നല്ല മാർക്ക് മേടിക്കാം. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ റിസർച്ച് മെത്തഡോളജി ആദ്യത്തെ പേപ്പർ നമ്മൾ ലാസ്റ്റ് ഇയറിലത്തെ പേപ്പറാണ്. തേർഡ് സെമസ്റ്റർ M.Com ഡിഗ്രി റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ റിസർച്ച് മെത്തഡോളജി 30 വെയിറ്റേജ്. സോ 2022 പേപ്പറാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ടിലെ 7 ചോദ്യങ്ങളിലോട്ട് നമുക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബേസിക് ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിസർച്ച്. വീണ്ടും പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിച്ചിരിക്കണം, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ദെൻ വാട്ട് ഈസ് കേസ് സ്റ്റഡി, റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ദെൻ വാരിയബിളിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. സോ ഇൻഡിപെൻഡന്റ് വാരിയബിൾ എന്താണെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്, നിർബന്ധമായും പഠിക്കണം. മോഡറേറ്റ് വാരിയബിൾ, എക്സ്ട്രേനിയസ് വാരിയബിൾ, പലതുണ്ട്. ഡിപെൻഡന്റ് വാരിയബിൾ ഏത് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നൾ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്താണ്? നൾ, ഓൾട്ടർനേറ്റീവ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി വരാറുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, വാട്ട് ഈസ് എക്സ്പ്ലോറട്ടറി സ്റ്റഡി. വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, റിസർച്ചിൽ പലതരത്തിലുള്ള ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ വാട്ട് ഈസ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ് ചോദിക്കാറുള്ളതാണ്. ദെൻ സാമ്പിളിങ്ങിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇവിടെ ചോദിച്ചിട്ടുള്ള ഡിസ്കസ് ആക്സിഡന്റൽ സാമ്പിളിംഗ്. സോ ഇതാണ് ആദ്യത്തെ പാർട്ടിൽ ചോദിച്ചിട്ടുള്ള 7 ചോദ്യങ്ങൾ. ഇതിൽ 4 എണ്ണം എഴുതണം കേട്ടോ. മൂവിങ് ടു പാർട്ട് ബി. സോ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിച്ചിട്ടുള്ള കുട്ടികളുടെ ഒരു ചോദ്യമാണ്, പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്ത വല്ല പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. 30% മാത്രമാണ് പ്രോബ്ലം വരുന്നത്. സ്കിപ്പ് ചെയ്താലും വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രോബ്ലത്തിന് സമയം പഠിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് തിയറി മാത്രം ഫോക്കസ് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ളത് ഒരൊറ്റ പ്രോബ്ലം ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, പാർട്ട് ബി ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ്, 3 വെയിറ്റേജ് ആണ് വരുന്നത്. ആദ്യത്തെ ചോദ്യം, the null hypothesis with regard to a study was there is no significant difference between boys score and girls score. ടോട്ടലിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ചോദ്യം, സ്റ്റേറ്റ് വെദർ ദി ഹൈപ്പോത്തസിസ് is to be accepted or fails to accepted. അപ്പോൾ ഹൈപ്പോത്തസിസ് ടോട്ടൽ ടെസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, T. Then next question number 9, explain how literature survey supports a research study. ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയുള്ള ആ ഒരു ഏരിയ നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് 3 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വാരിയബിൾസിനെ പറ്റിയുള്ള ചോദ്യം. സോ എക്സ്പ്ലെയിൻ വാരിയസ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ എക്സ്പ്ലെയിൻ ഹൗ ദി തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് എ റിസർച്ച് സ്റ്റഡി ഹെൽപ്സ് ഇൻ റിസർച്ച്. അപ്പോൾ ലിറ്ററേച്ചർ സർവേ ചോദിച്ചു, തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് റിസർച്ച് സ്റ്റഡീനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യവും വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഹൈപ്പോത്തസിസ് വീണ്ടും വന്നിരിക്കുകയാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഹൈപ്പോത്തസിസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്. ദെൻ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ. വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ ഉള്ള ഡീറ്റെയിൽസ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. Then how stratified random sampling is differing from quota sampling. Sampling എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് നിർബന്ധമായും പഠിക്കണം. അപ്പോൾ ഇതാണ് പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. ഇനി എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഒരൊറ്റ പ്രോബ്ലം, ബാക്കി 3 തിയറിയാണ്.
പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി റിസർച്ച് പ്രോസസ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് മൊഡ്യൂളില് നിർബന്ധമായും പഠിക്കണം. വീണ്ടും പ്രതീക്ഷിക്കാം. മെൻഷൻ ദി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യൂസ്ഡ് ഇൻ ക്വസ്റ്റ്നെയർസ്. ഓക്കെ, ക്വസ്റ്റ്നെയർ ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്നെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ സാമ്പിളിങ്, സോഴ്സസ് ഓഫ് ഡാറ്റ. ഓക്കെ, ഇന്റർവ്യൂ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ദെൻ ഡിഫറൻഷിയേറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായാലും നോക്കിയിരിക്കണം. ദെൻ കോറിലേഷൻ്റെ ഒരു പ്രോബ്ലം ആണ് കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിഗ്രി മുതൽ അല്ലെങ്കിൽ +1 +2 മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പ്രോബ്ലം വരാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഫുൾ മാർക്ക് കിട്ടും. പിയേഴ്സൺ കോഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പോൾ ഇതൊക്കെ എന്ന് വേണമെങ്കിൽ നോക്കാം കേട്ടോ. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമാണ്. ഓക്കെ, ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫുൾ മാർക്ക് അടിക്കാം. ആ ഒരു ഇക്വേഷൻ നേരിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വാരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ ഇതൊക്കെ ഈസി ആയിട്ടുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ്. സോ ഇങ്ങനെ 3 വെയിറ്റേജിൻ്റെ 2 പ്രോബ്ലം, 3 വെയിറ്റേജിൻ്റെ 5 വെയിറ്റേജിൻ്റെ ഒരു എസ്, 3 വെയിറ്റേജിൻ്റെ 2 പ്രോബ്ലം, 5 വെയിറ്റേജിൻ്റെ ഒരു എസ്. അപ്പോൾ ടോട്ടല് 11 വെയിറ്റേജിൻ്റെയാണ് നമുക്ക് പ്രോബ്ലം വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ തിയറിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഈസി ആയിട്ടുള്ളത്. റിസ്ക് എടുത്തിട്ട് പ്രോബ്ലത്തിലോട്ട് പോകരുത്, അത് മാത്രമേ പറയാനുള്ളൂ. ഇനി 2021 പേപ്പറിലോട്ട് പോകാം. ഇതാണ് നവംബർ 2021 റിസർച്ച് മെത്തഡോളജി 30 വെയിറ്റേജ്. ഫസ്റ്റ് പാർട്ടിലോട്ട് പോകാൻ നമുക്ക് നോക്കിയോ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്പർ 1 എക്സ്പ്ലെയിൻ സ്നോബോൾ സാമ്പിളിംഗ്. സാമ്പിളിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് നിർബന്ധമായും പഠിക്കണം. വാട്ട് ഈസ് സാമ്പിളിംഗ് ഡിസൈൻ? സാമ്പിളിംഗ് ഡിസൈൻ, സാമ്പിൾ സൈസ്, സാമ്പിൾ സ്പേസ് ഇതൊക്കെ നോക്കേണ്ടതാണ് വന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നോക്കിയാൽ വാട്ട് ഈസ് മെൻ ബൈ ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നതാണ് ഇതൊക്കെ. ദെൻ വാട്ട് യു മീൻ ബൈ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. നിർബന്ധമായും നോക്കേണ്ടതാണ് ഒബ്സർവേഷൻ എന്താണെന്നുള്ളത് കേട്ടോ. ദെൻ പോപ്പുലേഷൻ എന്താണെന്നുള്ള ചോദ്യം. ദെൻ റിപ്പീറ്റ് ചോദ്യം, സാമ്പിളിംഗ് എറർ, നോൺ സാമ്പിളിംഗ് എറർ നോക്കിയിരിക്കണം. ദെൻ മെഷർമെന്റ് ഓഫ് സ്കെയിലിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോമിനൽ സ്കെയിൽ. നോമിനലോ ഓർഡിനലോ ഇന്റർവെല്ലോ റേഷ്യോ മാറി മാറി വരാറുള്ളതാണ്. സോ ഇതാണ് 7 ചോദ്യങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദി ഫോളോയിങ് ടൈംസ്. പോപ്പുലേഷൻ, സാമ്പിളിംഗ് യൂണിറ്റ്, സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിൾ. അപ്പോൾ സാമ്പിളിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ പ്രോബ്ലം വന്നിട്ടുള്ള ടി ടെസ്റ്റ് ആണ്. ഡീറ്റെയിൽസ് നോക്കി കാണാം. സാമ്പിൾ ടി ടെസ്റ്റ്, ട്രെയിനിങ്, ഓക്കെ, റൈറ്റ് ഇന്റർപ്രിട്ടേഷൻസ്, ഹൈപ്പോത്തസിസിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി വീണ്ടും സാമ്പിളിംഗ് ആണ്. എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് സാമ്പിൾ സിലക്ഷൻ. പർപ്പസീവ്, ക്വാട്ട, എക്സ്പേർട്ട് സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ്. അപ്പോൾ സാമ്പിളിംഗ് നിന്ന് ഒരുപാട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസി ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ, ഈസി ക്വസ്റ്റ്യൻ. ദെൻ രണ്ടാമത്തെ പ്രോബ്ലം. അപ്പോൾ എന്താണ് പാർട്ട് ബിയിൽ ഞാൻ പറഞ്ഞു 2 പ്രോബ്ലം ആണ് വരുന്നത്. ഇവിടെയും രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. ഇന്റർപ്രറ്റ് കോറിലേഷൻ കോഷ്യന്റ് ആണ് ചോദ്യം. ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദി 2 റെഫറൻസ് സ്റ്റൈൽസ്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്, പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, റിസർച്ച്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ട് ബിയിൽ റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ നിർബന്ധമായി നോക്കാം. ഇനി എസ്സേയിലോട്ട് പോകുന്ന സമയത്ത് പാർട്ട് സി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെൻസസ് സർവേ, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഈസി. ദെൻ അനോവയുടെ ഒരു പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത്. അത് ഈസിയാണ് കേട്ടോ, അനോവ. ദെൻ തിയറി ചോദിച്ചിട്ടുള്ളത് നോക്കിയേ, എക്സ്പ്ലെയിൻ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ സെൻസസ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡ്സ്. ഈ ഒരു പേപ്പറിൽ സാമ്പിളിംഗ്, സെൻസസ് നിറച്ച് ചോദ്യങ്ങൾ അവിടെ നിന്നാണ്. അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. ഇതിന് വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ഹൈപ്പോത്തസിസ് ആൻഡ് എക്സ്പ്ലെയിൻ വാരിയസ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്, എസ്സേക്ക് ചോദിച്ചിട്ടുള്ള. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഇരിക്കുന്നു വരുന്ന ചോദ്യങ്ങളുടെ ഒരു രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളത്. മെജോറിറ്റി ചോദ്യങ്ങൾ കണ്ടുവരുന്ന രീതി. ഓക്കെ, സോ ദാറ്റ് സപ്പോർട്ട് 2021 പേപ്പർ കേട്ടോ. ഇനി ഒരു പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ 2021 പേപ്പർ, അത് പഴയ അഡ്മിഷൻ സ്റ്റുഡൻസാണ്. 17 മുതൽ ടു 18 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ പേപ്പറാണ്. അപ്പോൾ സപ്ലി ഉള്ള ആൾക്കാർക്ക് അത് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നോക്കണമെന്നില്ല. സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പതുക്കെ മാറ്റണു. ഇതാണ് പാർട്ട് എ. അവരുടെ മാർക്സ് ആണ് സിസ്റ്റം. ഓക്കെ, ഇതാണ് പേപ്പർ. ഇനി
2020 ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ, നമ്മുടെ 2020 പേപ്പർ നോക്കാം. 30 വെയിറ്റേജ് ഫസ്റ്റ് പാർട്ടിൽ 7 ചോദ്യങ്ങൾ. വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? പൈലറ്റ് സർവേ എന്താണ്? റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളൊരു ചോദ്യമാണ് കേട്ടോ, ബേസിക് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. റൈറ്റ് എ നോട്ട് ഓൺ തേൺസ്റ്റൺ സ്കെയിൽ. ദെൻ പ്ലേജറിസം എന്താണ്? ലാസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്, നോക്കാം. മൾട്ടിവേരിയേറ്റ് അനാലിസിസ് എന്താണ്? പഠിച്ചിരിക്കണം. ലിറ്ററേച്ചർ സർവേ, ഹൈപ്പോത്തസിസ് എന്താണ്? അപ്പോൾ ഹൈപ്പോത്തസിസ് കണ്ടോ ഇവിടെ, പക്ഷേ സാമ്പിളിങ്ങിൻ്റെ ചോദ്യം ചോദിച്ചിട്ടില്ല കേട്ടോ. അത് 2020 അഭിപ്രായം കൊണ്ടായിരിക്കാം, കുറച്ചായല്ലോ. അപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ ഡിഫൈൻ റിസർച്ച് ഡിസൈൻ, മെൻഷൻ വാരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ശരിക്കും ഈ ഒരു പേപ്പറിൽ പ്രോബ്ലംസ് ഒന്നും ഇട്ടിട്ടില്ല. ലാസ്റ്റത്തെ 2 പേപ്പറിലാണ് നമുക്ക് ലേറ്റസ്റ്റ് ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഡിസ്കസ് വാരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റിസർച്ച് പ്രോസസ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ഫോർമുലേറ്റ് റിസർച്ച് പ്രോബ്ലം, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കേസ് സ്റ്റഡി, മെഷർമെന്റ് ഓഫ് സ്കെയിൽ. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് ആവില്ല പേപ്പർ വരാം കേട്ടോ, പ്രോബ്ലം ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ ടൈപ്പിൽ. ഇത് പഴയ പേപ്പറല്ലേ, 6 വെയിറ്റേജാണ്. ഇത് പഴയ ടൈപ്പാണ്, സീലിംഗ് ബെനിഫിറ്റ് ഉണ്ട്, കൊറോണയുടെ ഒക്കെ സമയത്തുള്ള പേപ്പർ. അത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റാൻഡം സാമ്പിളിംഗ് ആൻഡ് നോൺ റാൻഡം സാമ്പിളിംഗ്, കണ്ടന്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, ഡിഗ്രിക്കൊക്കെ എപ്പോഴും വരുന്നൊരു എസ്സേ ചോദ്യമാണ്. ദെൻ ഗിവ് എ നോട്ട് അബൌട്ട് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി റിസർച്ച്. ഓൾസോ ഗീവ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി, ബേസിക് ആണ്. ദെൻ എക്സാമിൻ വാരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ആവില്ല പ്രതീക്ഷിക്കുന്നു, പ്രോബ്ലംസ് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അത് പഴയ പേപ്പർ ആയതുകൊണ്ടാണ്. ഇനി ഇതൊക്കെ 2016 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെയാണ്. നിങ്ങൾക്ക് ഞാൻ പതുക്കെ ആക്കി തരാം, സപ്ലി ഉള്ള കുട്ടികൾക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു പേപ്പർ, സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി ഉള്ളത് 2019 പേപ്പറാണ്, പക്ഷേ നമ്മുടെ ടൈപ്പ് അല്ല കേട്ടോ, 36 വെയിറ്റേജിൻ്റെ. വെറുതെ നോക്കണം എന്നില്ല, പഴയ കുട്ടികൾക്ക് നോക്കാം. ഇപ്പോഴത്തെ അഡ്മിഷൻ സ്റ്റുഡൻസിന് ഫോക്കസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലോ ആക്കി തരുന്നു. ഓക്കെ, ഇതാണ് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഇതന്നെ. ഓക്കെ, 2019 അഡ്മിഷൻ്റെ സിലബസ്, പഴയ സിലബസ്, അതിൻ്റെ 1 വേർഡ് ചോദ്യങ്ങളാണ് കേട്ടോ. 2018 സിലബസിൻ്റെ 3rd സെമിസ്റ്ററാണ് പിന്നത്തെ പേപ്പർ, പഴയതാണ്. സപ്ലിക്കാർക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഇതാണ്, തേർഡ് പാർട്ട് ഇതാണ്. ഓക്കെ, ഇത്രയ്ക്ക് നോക്കിയാൽ മതി. 2018 അഗെയിൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴത്തെ കുട്ടികൾ ഇനി വീണ്ടും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകണമെന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ മെയിനായിട്ട് നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത് ലേറ്റസ്റ്റ് 2 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടാണ്. അവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. 30% പ്രോബ്ലം, 70% തിയറി. അപ്പോൾ വരുന്നൊരു രീതി നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പേപ്പറും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ള. ബാക്കി എല്ലാ സബ്ജക്ട്സിൻ്റെയും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദെൻ അതിനുശേഷം നമ്മളിനി അടുത്ത ദിവസം മുതൽ, നാളെ മുതൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് എ, ബി, സി നമ്മൾ ചെയ്യുന്നതായിരിക്കും. നാളെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ്ഐ പാർട്ട് ബി, പാർട്ട് സി ചോദ്യങ്ങളുടെ വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുമാത്രമല്ല ഫുൾ റിവിഷൻ വീഡിയോസ്, ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ പ്രതീക്ഷിക്കാം. ദെൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.